മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ മോശയുടെ ജീവചരിത്രത്തോടൊപ്പം ഇസ്രായേലിൻ്റെ രൂപീകരണവും ജയപരാജയങ്ങളും വിശദമായി നൽകിയിട്ടുള്ളതിനാൽ മോശയുടെ ജീവിതത്തെക്കുറിച്ച് 5 ഘട്ടങ്ങളായി നമുക്ക് വിലയിരുത്താം. അവയിൽ ഒന്നാം ഭാഗമായി മോശയുടെ ആദ്യകാല ജീവിതവും ദൈവവിളിയും അദ്ദേഹത്തിലൂടെ ദൈവം എങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെന്നുമാണ് നാം ഇപ്പോൾ വിശകലനം ചെയ്യുക. പൂർവ്വപിതാവായ യാക്കോബിൻ്റെ മകൻ യോസഫിൻ്റെ കാലശേഷം ദൈവാനുഗ്രഹത്താൽ ഇസ്രായേലിയർ ഈജിപ്തിൽ പെരുകുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. ജോസഫിനെ അറിയാത്ത ഒരു പുതിയ ഫറവോൻ അധികാരമേറ്റപ്പോൾ അവരുടെ വർദ്ധിച്ചു വന്ന ശക്തിയെ ഭയന്നു. അതിനാൽ അയാൾ അവരെ അടിമകളാക്കി പീത്തോം, റമേസസ് എന്നീ സംഭരണ നഗരങ്ങൾ പണിയാൻ നിർബന്ധിച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം. അവരുടെ ജനപ്പെരുപ്പം നിയന്ത്രിക്കാൻ നവജാതരാകുന്ന എല്ലാ എബ്രായ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞു കൊല്ലണമെന്ന് ആ ഫറവോൻ ഉത്തരവിട്ടു. ഈ ദുർഘട ഘട്ടത്തിലാണ് അമ്രാം, യോക്കേബേദ് എന്നീ ലേവ്യ ദമ്പതികൾക്ക് ഒരു കുട്ടി ജനിച്ചത്. പുറപ്പാട് 2:1-2 വരെ വാക്യങ്ങൾ. അവൻ്റെ അമ്മ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. മിദ്രാഷ് റബ്ബ ഉൾപ്പെടെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവൻ്റെ ജനന സമയത്ത് വീട് പ്രഭാപൂരിതമായിരുന്നെന്നും അത് അവൻ്റെ ദിവ്യദൗത്യത്തെ മുൻനിഴലാക്കിയെന്നും വിവരിക്കുന്നു. അവനെ തുടർന്നും രഹസ്യത്തിൽ വളർത്തുക ദുഷ്കരമായി തീർന്നപ്പോൾ അവൾ ഞാങ്കണ കൊണ്ട് നെയ്ത് കളിമണ്ണും താറും പൂശിയ ഒരു പേടകത്തിൽ അവനെ കിടത്തി. നദീതീരത്തുള്ള ഞാങ്കണ ചെടികളുടെ ഇടയിൽ പേടകം കൊണ്ടുചെന്ന് വെച്ചു. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. ഈ വിശ്വാസ പ്രവൃത്തി വിനാശകരമായ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടന്ന നോഹയുടെ പെട്ടകത്തെ അനുസ്മരിപ്പിക്കുന്നു. കുഞ്ഞിൻ്റെ സഹോദരി മിരിയാം അവൻ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. നൈൽ നദി ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകമായിരുന്ന ഒരു കാലമായിരുന്നു അത്. ഈജിപ്തുകാർക്ക് അത് സമീപ പ്രദേശങ്ങളിലെ വരൾച്ചകൾക്കിടയിലും ഫലസമൃദ്ധി നൽകിയിരുന്ന ജീവജലവും അതിനാൽ പവിത്രവുമായിരുന്നുവെങ്കിലും ഹെബ്രായർക്ക് അത് വിനാശത്തിൻ്റെ പ്രതീകമായി മാറി. എന്നാൽ പിൽക്കാലത്ത് ഫറവോനെ നേരിടാൻ പോകുന്ന കുഞ്ഞിന് ദൈവം ആ നദിയെ മോചനത്തിൻ്റെ ചാനലാക്കി മാറ്റി. ഫറവോൻ്റെ മകൾ നൈൽ നദിയിൽ കുളിക്കാൻ വന്നപ്പോൾ ഞാങ്കണകൾക്കിടയിൽ അസാധാരണമായ ഒരു കൊട്ട കണ്ടു. അവളത് തുറന്നപ്പോൾ അതിൽ ഒരു ഹെബ്രായ കുഞ്ഞ് കരയുന്നതായി കണ്ടു. അവൾക്ക് അവനോട് അനുകമ്പ തോന്നി. അത് സശ്രദ്ധം വീക്ഷിച്ചിരുന്ന മിരിയാം ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് കുട്ടിയെ മുലയൂട്ടാൻ ഒരു ഹെബ്രായ സ്ത്രീയെ കണ്ടെത്തി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ദൈവിക പരിപാലനത്താൽ ആ കുട്ടിയുടെ അമ്മയെ തന്നെയാണ് അവൾ കൊണ്ടുവന്നത്. അങ്ങനെ സ്വന്തം മകനെ മുലയൂട്ടാൻ പ്രതിഫലം ലഭിച്ച സ്ത്രീയായി അവൾ. ആ കുട്ടി വളർന്നപ്പോൾ അവൾ അവനെ ഫറവോൻ്റെ മകളുടെ അടുത്തേക്ക് തിരികെ കൊണ്ടുവന്നു. അവൾ അവനെ ദത്തെടുത്തു. ഞാൻ അവനെ വെള്ളത്തിൽ നിന്നും എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവന് മോശ എന്ന് പേരിട്ടു. പുറപ്പാട് 2:10. ഹെബ്രായ ഭാഷയിൽ മോശ എന്നാൽ വലിച്ചെടുത്തത് എന്നാണ് അർത്ഥം. എന്നാൽ ഈ പേര് ഈജിപ്ഷ്യൻ രാജകീയ ഭാഷയെ പ്രതിധ്വനിക്കുന്നുണ്ട്. പുരാതന ഈജിപ്ഷ്യൻ ഭാഷയിൽ മെംസസ് അല്ലെങ്കിൽ മോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജനനം അല്ലെങ്കിൽ കുട്ടി എന്നാണ്. ഇത് തൂത്മോസിസ് തോത്തിൻ്റെ കുട്ടി, റമേസസ് റായുടെ കുട്ടി തുടങ്ങിയ പേരുകളിൽ കാണാം. അങ്ങനെ മോശയുടെ പേര് ഹെബ്രായ ഈജിപ്ഷ്യൻ ലോകങ്ങളെ ബന്ധിപ്പിക്കുന്നുണ്ട്. ഭാവിയിൽ ദൈവജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള അവൻ്റെ ദിവ്യദൗത്യത്തെ ഇത് പ്രതീകപ്പെടുത്തുന്നു. എല്ലാ ഹെബ്രായ ആൺകുട്ടികളെയും കൊല്ലണമെന്ന് കൽപ്പിച്ച ഫറവോൻ സ്വന്തം മകൾ തൻ്റെ കൊട്ടാരത്തിൽ ഒരു ഹെബ്രായ ആൺകുട്ടിയെ വളർത്താൻ തീരുമാനിച്ചപ്പോൾ അവളെ എതിർത്തില്ല. ഇത് ദൈവത്തിൻ്റെ ദിവ്യപരിപാലനയായിരുന്നു. ഇസ്രായേലിൻ്റെ ഭാവി വിമോചകൻ ഫറവോൻ്റെ വീട്ടിൽ തന്നെ വിദ്യാഭ്യാസം നേടുകയും തൻ്റെ ദൗത്യത്തിനായി ഒരുങ്ങുകയും ചെയ്യണമെന്നതായിരുന്നു ദൈവനിശ്ചയം. മോശ ഫറവോൻ്റെ വീട്ടിൽ ഒരു രാജകുമാരനായി വളർന്നു. അപ്പസ്തോല പ്രവർത്തനം 7:22 പറയുന്നു, ഈജിപ്തുകാരുടെ എല്ലാ വിജ്ഞാനവും മോശ നേടി. വാക്കിലും പ്രവൃത്തിയിലും അവൻ കരുത്തനായിരുന്നു. ഈജിപ്ഷ്യൻ കൊട്ടാരത്തിലെ വിദ്യാഭ്യാസത്തിൽ ഗണിതം, സാഹിത്യം, നിയമം, സൈനിക പരിശീലനം, ചിത്രരചന എന്നിവ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഹെബ്രായ സ്വത്വം ഉള്ളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അക്കാലത്തെ രാജകീയ വിദ്യാലയങ്ങളിൽ ഈജിപ്തിൻ്റെ സംസ്കാരവും മതവും പഠിച്ചിരിക്കാം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ജൂബിലി പുസ്തകത്തിലും ഫിലോയുടെ രചനകളിലും മോശയെ
അസാധാരണമാമിത ജ്ഞാനിയും സുന്ദരനും ഫറവോൻ്റെ പ്രീതി പിടിച്ചു പറ്റിയവനുമായി വിശേഷിപ്പിക്കുന്നു. എത്യോപ്യർക്കെതിരായ യുദ്ധത്തിൽ അദ്ദേഹം ഈജിപ്ഷ്യൻ സൈന്യത്തെ നയിച്ചിരുന്നുവെന്ന് ചില പാരമ്പര്യങ്ങൾ അവകാശപ്പെടുന്നു. ഇത് ഭാവിയിൽ വിമോചകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. ദൈവശാസ്ത്രപരമായി ദൈവിക വെളിപ്പെടുത്തലിനും മനുഷ്യ ചരിത്രത്തിനും ഇടയിലുള്ള മധ്യസ്ഥനാകുവാൻ ദൈവം മോശയെ 2 നാഗരികതകളായ ഈജിപ്തിനും ഇസ്രായേലിനും ഇടയിൽ രൂപപ്പെടുത്തുകയായിരുന്നു. വിഗ്രഹങ്ങൾക്കിടയിൽ വളർന്ന അദ്ദേഹം പിന്നീട് വിഗ്രഹാരാധനയെ ചെറുത്തു. ഈജിപ്ഷ്യൻ പുരോഹിതന്മാരാൽ പരിശീലിപ്പിക്കപ്പെട്ട അദ്ദേഹം പിന്നീട് ഏക സത്യദൈവത്തെ വെളിപ്പെടുത്തി. മോശയുടെ ജനനഘട്ടത്തിലെ ഫറവോൻ ഈജിപ്തിലെ പുതിയ രാജ്യ കാലഘട്ടത്തിലെ, അതായത് BC 1550 മുതൽ 1200 വരെ ഉള്ള രാജാക്കന്മാരിൽ ഒരാളായി പണ്ഡിതന്മാർ കണക്കാക്കുന്നു. സെത്തി ഒന്നാമൻ്റെയോ റാംസസ് രണ്ടാമൻ്റെയോ ഭരണകാലത്ത് വൻതോതിലുള്ള നിർമ്മാണ പദ്ധതികളും നിർബന്ധിത ജോലിയും സാധാരണമായിരുന്നു. പീത്തോം, റമേസസ് നഗരങ്ങളിലെ ഹെബ്രായരുടെ പ്രവർത്തനങ്ങൾ ഈ സമയക്രമത്തോട് യോജിക്കുന്നുണ്ട്. പുറപ്പാട് 1:11. അക്കാലത്ത് ഈജിപ്ത് ഭരിച്ച ഫറവോനെ ദൈവമായി ഈജിപ്ഷ്യൻ സമൂഹം കണക്കാക്കിയിരുന്നു. സൂര്യദേവനായ റായുടെയും അമൂൻ ദേവൻ്റെയും ക്ഷേത്രങ്ങൾ മതജീവിതത്തിൽ ആധിപത്യം പുലർത്തിയ കാലഘട്ടമായിരുന്നു അത്. ശുദ്ധീകരണത്തിലും ബലിയർപ്പണത്തിലും അധിഷ്ഠിതമായ ആചാരങ്ങൾ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിരുന്നതിനാൽ അക്കാലത്തെ പുരോഹിതന്മാർക്ക് വലിയ അധികാരമുണ്ടായിരുന്നു. ഫറവോൻ്റെ മകളെപ്പോലെ രാജകൊട്ടാരത്തിലെ സ്ത്രീകൾ മറ്റു പുരാതന സംസ്കാരങ്ങളെ അപേക്ഷിച്ച് ശ്രദ്ധേയമായ സ്വാധീനം പുലർത്തിയിരുന്നു. മോശയെ രക്ഷിച്ച അവളുടെ പ്രവൃത്തി ഈജിപ്ഷ്യൻ സമൂഹത്തിലെ അവളുടെ സ്വാതന്ത്ര്യത്തെയും അനുകമ്പയെയും പ്രതിഫലിപ്പിക്കുന്നു. ഇഷ്ടിക നിർമ്മാണ മേൽനോട്ടക്കാരുടെ പപ്പൈറസ് രേഖകൾ, വിദേശ തൊഴിലാളികളുടെ ചിത്രങ്ങൾ എന്നിവയുൾപ്പെടെ ഈ കാലഘട്ടത്തിലെ പുരാവസ്തു കണ്ടെത്തലുകൾ ഇസ്രായേലി അടിമത്തത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണത്തിന് ശ്രദ്ധേയമായ സമാനതകൾ നൽകുന്നുണ്ട്. അങ്ങനെ മോശയുടെ കഥ ഐതിഹ്യമല്ല, മറിച്ച് അടിച്ചമർത്തൽ, ശക്തി, ദൈവിക ഇടപെടൽ എന്നിവ കൂടിച്ചേരുന്ന ചരിത്രപരവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തിലാണ് നിലകൊള്ളുന്നത്. ഈജിപ്ഷ്യൻ പ്രതാപത്തിനിടയിൽ വളർന്നെങ്കിലും മോശ ഒരിക്കലും തൻ്റെ ഹെബ്രായ പൈതൃകം വിസ്മരിക്കുകയോ അവഗണിക്കുകയോ ചെയ്തില്ല. ഹെബ്രായ ലേഖനം 11:24 മുതൽ 26 വരെ വാക്യങ്ങളിൽ നാം വായിക്കുന്നു: മോശ വളർന്നു വന്നപ്പോൾ ഫറവോയുടെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. തത്വചിന്തകനായ ഫിലോ ഇതിനെ മനസ്സാക്ഷിയുടെ പ്രവൃത്തിയായി ചിത്രീകരിക്കുന്നു. ലൗകിക ബഹുമതികൾക്ക് ദൈവത്തിൻ്റെ വിളിയുമായി താരതമ്യം ചെയ്യുവാൻ കഴിവില്ലെന്ന് മോശ മനസ്സിലാക്കി. തൻ്റെ ജനത്തോടുള്ള അവൻ്റെ അനുകമ്പ ആദ്യകാലങ്ങളിൽ തൻ്റെ സ്വന്തം അമ്മ വീട്ടിൽ വളർത്തിയ വിശ്വാസത്തിൽ വേരൂന്നിയതായിരുന്നു. അതിനാൽ യുവാവായിരിക്കുമ്പോൾ പോലും മോശയുടെ ഹൃദയം തൻ്റെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളിൽ അലിഞ്ഞു ചേർന്നു. സ്വത്വത്തിനും പദവിക്കുമിടയിലുള്ള ഈ പിരിമുറുക്കം പിന്നീട് ഈജിപ്തിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ പലായനത്തിൽ കലാശിച്ചു. താൽമുഡിലെയും മിദ്രാഷിലെയും യഹൂദ രചനകൾ വിധിയായി എന്നറിയപ്പെടുന്ന ഫറവോൻ്റെ മകൾ തൻ്റെ പിതാവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയും ദൈവത്തിൻ്റെ മകൾ എന്നറിയപ്പെടുകയും ചെയ്തത് എങ്ങനെയെന്ന് വിവരിക്കുന്നു. പുറപ്പാട് ഘട്ടത്തിൽ അവൾ പിന്നീട് ഇസ്രായേലിൽ ചേർന്നുവെന്ന് ചില റബിമാർ വിശ്വസിച്ചു. നിസായിലെ വിശുദ്ധ ഗ്രിഗരി, വിശുദ്ധ അഗസ്റ്റ്യൻ തുടങ്ങിയ ക്രിസ്തീയ പിതാക്കന്മാർ മോശയുടെ ആദ്യകാല ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ശൈശവാവസ്ഥയുടെ ഒരു മുൻരൂപം കണ്ടു. ഇരുവരും മരണത്തിൻ്റെ നിഴലിൽ ഫറവോൻ്റെയും ഹെറോദോസിൻ്റെയും കൽപ്പനകൾക്ക് കീഴിലാണ് ജനിച്ചത്. ഇരുവരെയും ശൈശവ കൊലയിൽ നിന്ന് ദൈവം രക്ഷിച്ചു. മോശയെ അടിമത്തത്തിൽ നിന്നും ക്രിസ്തുവിനെ പാപത്തിൽ നിന്നും ദൈവജനത്തെ വിടുവിക്കുവാൻ ദൈവം അയച്ചു. മോശയെ രക്ഷിച്ച ഞാങ്ങണക്കോട്ടയെ ലോകസമുദ്രത്തിൽ സുരക്ഷിതമായി പൊങ്ങിക്കിടക്കുന്ന സഭയുടെ പ്രതീകമായാണ് വിശുദ്ധ അംബ്രോസ് വിശേഷിപ്പിച്ചത്. അതിൽ രക്ഷകൻ്റെ മുൻരൂപം കാണാം. ജ്ഞാനസ്നാന ജലം നമ്മെ ആത്മീയ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ ഒരിക്കൽ മരണത്തിന് നിമിത്തമായിരുന്ന നൈൽ നദി ഒരു വിമോചന നദിയായി മാറി. മോശയ്ക്ക് 40 വയസ്സുള്ളപ്പോൾ ഒരു ഈജിപ്തുകാരൻ ഒരു ഹെബ്രായ അടിമയെ അടിക്കുന്നത് അവൻ കണ്ടു. സ്വവംശത്തോടുള്ള അനീതിക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് പീഡകനെ കൊന്ന് മോശ അവനെ മണലിൽ ഒളിപ്പിച്ചു. അടുത്ത ദിവസം വഴക്കിട്ട 2 ഹെബ്രായരെ അനുരഞ്ജിപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ ഒരാൾ ചോദിച്ചു: ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്?
ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? പുറപ്പാട് 2:14. തൻ്റെ പ്രവൃത്തി പരസ്യമായെന്ന് കരുതിയ മോശ ഈജിപ്തുകാരിൽ നിന്നും സ്വജീവൻ രക്ഷിക്കുവാൻ അവിടെ നിന്ന് പലായനം ചെയ്ത് സീനായി മരുഭൂമി കടന്ന് മിദ്യാൻ ദേശത്ത് എത്തി. അവിടെ അവൻ ഒരു കിണറ്റിൻകരയിലെത്തി. അദ്ദേഹത്തിൻ്റെ പൂർവികനായ യാക്കോബിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു രംഗമാണ് അവിടെ അരങ്ങേറിയത്. മിദ്യായിലെ പുരോഹിതനായ ജത്രോയുടെ പുത്രിമാരെ ശത്രുക്കളായ ഇടയന്മാരിൽ നിന്ന് മോശ സംരക്ഷിച്ചു. ജത്രോ അവനെ തൻ്റെ ഭവനത്തിൽ സ്വാഗതമരുളുകയും തൻ്റെ മകൾ സിപ്പോറയെ അവന് ഭാര്യയായി നൽകുകയും ചെയ്തു. അവിടെ ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ പ്രവാസിയായി കഴിയുന്നു എന്ന് പറഞ്ഞ മോശ അവന് ഗർഷോം എന്ന് പേരിട്ടു. പുറപ്പാട് 2:22. ആ നാമം മോശയുടെ പ്രവാസത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതോടൊപ്പം അത് അവൻ്റെ ശാന്തമായ ഒരുക്കത്തിൻ്റെ ഘട്ടമായിരുന്നു. രാജകൊട്ടാരത്തിൽ നിന്നും ഇടയ കൂടാരത്തിലേക്ക് എത്തിയ മോശയെ എളിമയിലും ക്ഷമയിലും ദൈവം പരിശീലിപ്പിച്ചു. അത് എല്ലാ ഈജിപ്ഷ്യൻ ജ്ഞാനത്തെക്കാളും വലിയ സദ്ഗുണങ്ങൾ അവന് നൽകി. യഹൂദ പാരമ്പര്യത്തിൽ ഈ 40 വർഷത്തെ പ്രവാസ സമയം ഫലപ്രദമായിരുന്നു. മിദ്രാഷ് പറയും പ്രകാരം ദൈവം ഒരു ഇടയനായി മോശയെ പരിശീലിപ്പിച്ചത് കരുണയോടെ ആടുകളെ മേയിക്കുന്നവൻ തൻ്റെ ജനത്തെ സൗമ്യതയോടുകൂടി നയിക്കുമെന്നതിനാലാണ്. അവിടെ മരുഭൂമിയുടെ നിശബ്ദതയും ദൈവാശ്രയത്തിൻ്റെ ഭാഷയും മോശ പഠിച്ചു. അതേസമയം ഈജിപ്തിൽ ഇസ്രായേലിയർ അവരുടെ അടിമത്തത്തിൽ വിലപിച്ചു. പുറപ്പാട് 2:24 പറയുന്നു, ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു. ബൈബിൾ ഭാഷയിൽ ഓർക്കുക എന്നാൽ കരുണയോടെ പ്രവർത്തിക്കുക എന്നാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹം മോശയെ വിമോചകനാക്കാൻ പ്രേരിപ്പിച്ചു. സ്വർഗം അതിൻ്റെ നിശബ്ദത അവസാനിപ്പിച്ചു. ഒരു കൊട്ടാരത്തിലോ ക്ഷേത്രത്തിലോ അല്ല, മറിച്ച് ഏറ്റവും സാധ്യതയില്ലാത്ത ഏകാന്ത സ്ഥലമായ പർവ്വതത്തിലേക്കാണ് ദൈവം മോശയെ വിമോചകനാക്കാൻ എത്തിയത്. ദൈവത്തിൻ്റെ പർവ്വതമായ ഹോറേബ് പർവ്വതത്തിന് സമീപം മോശ തൻ്റെ ആട്ടിൻകൂട്ടത്തെ നയിച്ചപ്പോൾ തീ കത്തുന്ന ഒരു മുൾപ്പടർപ്പ് അവൻ കണ്ടു. എന്നാൽ അത് കത്തിച്ചാമ്പലായില്ല. ആ കാഴ്ച അസാധാരണമായിരുന്നതിനാൽ അത് കൂടുതൽ അടുത്ത് കാണുവാൻ അവൻ ശ്രമിച്ചു. ജ്വാലയ്ക്കുള്ളിൽ നിന്ന് മോശെ എന്ന് ദൈവം അവനെ വിളിച്ചു. അവൻ പറഞ്ഞു, ഇതാ ഞാൻ. ദൈവം അരുൾ ചെയ്തു, അടുത്തു വരരുത്, നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. പുറപ്പാട് 3:5. ചാമ്പലാകാതെ കത്തുന്ന മുൾപ്പടർപ്പ് ദൈവത്തിൻ്റെ നിത്യസാന്നിധ്യത്തെയും വിശുദ്ധിയിൽ ജലിക്കുന്ന കരുണയെയും പ്രതീകമാക്കുന്നു. ദൈവീകതയാൽ ദഹിക്കപ്പെടാതെ മാംസം ധരിച്ച ദൈവവചനത്തെ ഉദരത്തിൽ വഹിച്ച കന്യകാമറിയത്തിൻ്റെ ഒരു മുൻനിഴലായി സഭാപിതാക്കന്മാർ ഇത് കണ്ടു. ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് ദൈവം സ്വയം വെളിപ്പെടുത്തി. പുറപ്പാട് 3:6. ദൈവത്തെ നോക്കാൻ ഭയപ്പെട്ടതിനാൽ മോശ തൻ്റെ മുഖം മറച്ചു. ആ നിമിഷം സ്വർഗം ഭൂമിയെ കണ്ടുമുട്ടി. ഇടയനായ മോശ നിത്യസത്യ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. കർത്താവ് വീണ്ടും അരുൾ ചെയ്തു, ഈജിപ്തിലേക്കുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്നും ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു. പുറപ്പാട് 3:7. ഈജിപ്തുകാരിൽ നിന്നും അവരെ മോചിപ്പിച്ച് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായൊരു ദേശത്തേക്ക് അവരെ നയിക്കാനാണ് താൻ ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് ദൈവം വെളിപ്പെടുത്തി. രക്ഷാപ്രവർത്തനം നടത്താൻ ദൈവം മനുഷ്യ ഉപകരണങ്ങളെ തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ അവൻ പറഞ്ഞു, വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. പുറപ്പാട് 3:10. മോശ സ്തബ്ധനായി പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? ദൈവത്തിൻ്റെ ഉത്തരം ലളിതവും ദീപവുമായിരുന്നു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പുറപ്പാട് 3:11-12 വാക്യങ്ങൾ. ആ ഉറപ്പ് എല്ലാ ദിവ്യദൗത്യങ്ങളുടെയും ഹൃദയമിടിപ്പായി മാറി. പിന്നീട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന് നൽകിയ വാഗ്ദാനം ഇത് ആവർത്തിക്കുന്നതായിരുന്നു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം. മോശ ദൈവത്തോട് ചോദിച്ചു, അവൻ്റെ നാമം എന്താണ് എന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? അന്നുവരെ വെളിപ്പെടുത്താത്ത ഒരു നാമമാണ് ദൈവം മറുപടിയായി നൽകിയത്. ഞാൻ ആകുന്നവൻ ആകുന്നു, അയാം ഹു ആം. പുറപ്പാട് 3:14. ഈ വിശുദ്ധ നാമം മാറ്റമില്ലാത്തവനും സ്വയം നിലനിൽക്കുന്നവനും വിശ്വസ്തനുമായ നിത്യദൈവത്തിൻ്റെ അസ്തിത്വത്തെ പ്രകടിപ്പിക്കുന്നു. പ്രകൃതിയുമായും വിഗ്രഹങ്ങളുമായും ബന്ധിതരായ
ഈജിപ്തിലെ അനേകം ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിൻ്റെ ദൈവം ആയിരിക്കുന്നവനും എക്കാലവും നിലനിൽക്കുന്നവനും വിശുദ്ധനുമായ അസ്തിത്വമാണ്. ഹെബ്രായ കാഴ്ചപ്പാടിൽ ദൈവനാമം ബന്ധത്തെ സൂചിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ ഇപ്രകാരം വെളിപ്പെടുത്തി: സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാനുണ്ട്. യോഹന്നാൻ 8:58. അങ്ങനെ മുൾപ്പടർപ്പിലെ വെളിപ്പെടുത്തൽ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെടുന്നു. കാരണം അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ പ്രകടനമായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരം. മോശ വീണ്ടും അടയാളങ്ങൾ ചോദിച്ചു. ദൈവം അവൻ്റെ വടിയെ ഒരു സർപ്പമാക്കി മാറ്റിയിട്ട് തിരികെ വടിയായും അവൻ്റെ കയ്യിൽ കുഷ്ഠരോഗം വരുത്തിയ ശേഷം അത് സുഖപ്പെടുത്തിയും ഫറവോൻ്റെ ദൃഷ്ടിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള ശക്തി വാഗ്ദാനം ചെയ്തു. എന്നിട്ടും മോശ തടസ്സം ആവർത്തിച്ചു: കർത്താവേ, ഞാൻ ഒരിക്കലും വാക്ചാതുര്യമുള്ളവനായിരുന്നില്ല. സംസാരിക്കുമ്പോൾ നാവിന് തടസ്സമുള്ളവനാണ് ഞാൻ. പുറപ്പാട് 4:10. കർത്താവ് അവനോട് ചോദിച്ചു: ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത്? സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും. പുറപ്പാട് 4:11-12 വാക്യങ്ങൾ. എന്നിട്ട് മനസ്സോടെ മോശ മറ്റൊരു ദൂതന് വേണ്ടി അപേക്ഷിച്ചു. അതിനാൽ ദൈവം അവന് സഹായിയായി അവൻ്റെ സഹോദരൻ അഹറോനെ നിയമിച്ചു. യഹൂദ വ്യാഖ്യാനങ്ങളിൽ ഈ സംഭാഷണം മോശയുടെ ആഴമായ വിനയ പ്രകടനമായിരുന്നു. ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ താൻ യോഗ്യനല്ലെന്ന് അവന് തോന്നി. ഇനി ഈ കാലത്തെ ചരിത്രപരവും സാംസ്കാരികവുമായ പശ്ചാത്തലം നമുക്ക് നിരീക്ഷിക്കാം. മോശയുടെ കാലത്ത് ഈജിപ്ത് ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു. അപ്പോൾ രാജ്യം ഭരിച്ചിരുന്നത് 19-ാം രാജവംശത്തിലെ റമേസസ് രണ്ടാമനോ മെർനെപ്റ്റായോ ആയിരുന്നു. റാ, അമൂൻ, ഐസിസ് തുടങ്ങിയ ദേവന്മാരുടെ ക്ഷേത്രങ്ങൾക്ക് ആ ദേശത്ത് ആധിപത്യമുണ്ടായിരുന്നു. ഫറവോയെ ദിവ്യനും റായുടെ മകനുമായി കണക്കാക്കിയിരുന്നു. അതിനാൽ ആരും അവൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തിരുന്നില്ല. ഫറവോനെ നേരിടുവാനുള്ള മോശയുടെ ദൈവവിളി രാഷ്ട്രീയമെന്നതിനേക്കാൾ ദൈവശാസ്ത്രപരമായിരുന്നു. സജീവ ദൈവവും സാമ്രാജ്യത്തിലെ വ്യാജ ദൈവങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു അത്. പുരാതന വ്യാപാര പാതകൾക്ക് സമീപം ഇടയന്മാർ ആട്ടിൻകൂട്ടത്തെ മേയിച്ചിരുന്ന മിദ്യാൻ മരുഭൂമിയിലാണ് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. അത് ലൗകിക ശക്തിയിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും ദിവ്യ വെളിപ്പെടുത്തലിൻ്റെ പ്രദേശമായിരുന്നു. ഹെബ്രായ അടിമത്തത്തെക്കുറിച്ചുള്ള ബൈബിൾ വിവരണത്തെ ഈ കാലഘട്ടത്തിലെ പുരാവസ്തു തെളിവുകൾ കാണിക്കുന്നുണ്ട്. റമേസസിൻ്റെ ദേശത്തെ വിദേശ തൊഴിലാളികളെ പരാമർശിക്കുന്ന ഈജിപ്ഷ്യൻ ലിഖിതങ്ങൾ ഇതിന് പിന്തുണ നൽകുന്നു. കത്തുന്ന മുൾപ്പടർപ്പ് സീനായ് മേഖലയിലെ അക്കേഷ്യ കുറ്റിച്ചെടിയെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് ഉടമ്പടി പേടകത്തിൻ്റെ നിർമ്മാണത്തിന് ഇത്തരം വൃക്ഷം ഉപയോഗിച്ചു. അത് ദൈവിക വെളിപാടിൻ്റെയും ബലിയർപ്പണത്തിൻ്റെയും പ്രതീകമായി നിലകൊണ്ടു. യഹൂദ പാരമ്പര്യം പഠിപ്പിക്കുന്നത് മുൾപ്പടർപ്പ് ഇസ്രായേലിനെ പ്രതിനിധാനം ചെയ്തു എന്നാണ്. കഷ്ടപ്പാടുകളാൽ അവർ ജ്വലിച്ചിരുന്നെങ്കിലും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നതിനാൽ അവർ ഒരിക്കലും ചാമ്പലായില്ല. ആയവനും ആയിരിക്കുന്നവനും ഞാനാകുന്നു എന്ന ദൈവത്തിൻ്റെ വാക്കുകൾ തൻ്റെ ജനത്തോടൊപ്പമുള്ള ദൈവത്തിൻ്റെ നിലനിൽക്കുന്ന സാന്നിധ്യത്തെ ഊന്നി പറയുന്നു. കത്തുന്ന മുൾപ്പടർപ്പ് മനുഷ്യാവതാരത്തെ മുൻനിഴലാക്കുന്നു. ദഹിപ്പിക്കാതെ ദൈവം മനുഷ്യപ്രകൃതിയെ സ്വീകരിക്കുന്നു. ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വന്നെങ്കിലും കത്തിച്ചാമ്പലാകാതെ ശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത പെന്തക്കോസ്തായുമായി സഭാപിതാക്കന്മാർ ഈ നിമിഷത്തെ ബന്ധപ്പെടുത്തി. മോശ തൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റുന്നത് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് ലൗകിക ബന്ധങ്ങളിൽ നിന്ന് വേർപെടണമെന്ന സന്ദേശമായി വിശുദ്ധ അംബ്രോസ് അവതരിപ്പിക്കുന്നു. ഭൗമികമായി ഇത് ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയൂ. ചുരുക്കത്തിൽ രാജവംശങ്ങൾ, കൽപ്പനകൾ, മരുഭൂമികൾ, ദൈനംദിന ഭയങ്ങൾ എന്നിവയ്ക്കിടയിലും ദൈവത്തിൻ്റെ കരുതൽ യഥാർത്ഥ ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന് മോശയുടെ കഥ കാണിക്കുന്നു. ഇസ്രായേലിന് മരണഭീഷണിയായിരുന്ന നൈൽ നദി മോശയുടെ രക്ഷയുടെ നദിയായി. ഈജിപ്തിൻ്റെ കൊട്ടാരം അവൻ്റെ പരിശീലന കേന്ദ്രമായി. മിദ്യാനിലെ മരുഭൂമി ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമായി. സ്വയം വെളിപ്പെടുത്താൻ ദൈവം ഒരു മുൾച്ചെടി ദഹിപ്പിക്കാത്ത തീയിൽ ജ്വലിച്ചു. തൻ്റെ ഉടമ്പടിയെ ഓർമ്മിച്ച അതേ കർത്താവ് ഇപ്പോഴും പീഡിതരുടെയും ദുർബലരുടെയും നിലവിളി കേൾക്കുന്നു. തൻ്റെ ദാസന്മാരെ അജ്ഞാത സ്ഥലങ്ങളിൽ രൂപപ്പെടുത്തുന്നു. തൻ്റെ സ്ഥിരമായ സാന്നിധ്യത്തിൻ്റെ ഉറപ്പോടെ അവരെ അയക്കുന്നു. മോശയുടെ ആദ്യകാല ഈ ഘട്ടത്തിൽ നിന്ന് നമുക്കുള്ള സന്ദേശങ്ങൾ നോക്കാം. 1. ഇരുണ്ട ഘട്ടങ്ങളിലും ദൈവത്തിൽ ശരണപ്പെടുക.
ജീവിതത്തിലെ ഏറ്റവും നൈരാശ്യമേറിയ നിമിഷങ്ങളിലും ദൈവം നിശബ്ദനായി പ്രവർത്തിക്കുന്നു. ഓരോ ഹെബ്രായ ആൺകുട്ടിയെയും മുക്കിക്കൊല്ലാനുള്ള ഫറവോൻ്റെ കൽപ്പന ഇസ്രായേലിൻ്റെ ഭാവിയുടെ തകർക്കുന്നതായി തോന്നാം. എന്നാൽ അത് മോശയെ രക്ഷിക്കുവാനും രാജകൊട്ടാരത്തിൽ പരിശാലിപ്പിക്കാനുമുള്ള പാതയായി മാറി. മരണത്തിൻ്റെ നൈൽ നദി മോചനത്തിൻ്റെ നദിയായി. അതുപോലെ ജീവിത പ്രവാഹങ്ങൾ നമുക്കെതിരായി തോന്നുമ്പോൾ ഓർക്കുക, ദൈവത്തിന് അവയെ കൃപയുടെ ഉപകരണങ്ങളാക്കി മാറ്റുവാൻ കഴിയും. ഒരു ശക്തിക്കോ പദ്ധതിക്കോ പീഡനത്തിനോ അവൻ്റെ പദ്ധതിയെ പരാജയപ്പെടുത്തുവാൻ കഴിവില്ല. വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. ദുരന്തമായി നാം കാണുന്നത് കാലക്രമേണ ദൈവിക പദ്ധതിയായി മാറിയേക്കാം. 2, കുടുംബങ്ങൾ ദൈവവിളികൾ രൂപപ്പെടുത്തുന്നു. മോശയുടെ മാതാപിതാക്കളുടെ വിശ്വാസം അവൻ്റെ വിളിയുടെ വിത്തായി മാറി. ദൈവത്തിലുള്ള വിശ്വാസത്താൽ അവർ ഫറവോന്റെ കൽപ്പനയെ ധിക്കരിക്കുകയും 3 മാസത്തേക്ക് അവരുടെ മകനെ ഒളിപ്പിക്കുകയും ചെയ്തു. പുറപ്പാട് 2:1-4 വരെ വാക്യങ്ങൾ. അവർ അവനെ കൊട്ടയിൽ വെച്ചപ്പോൾ യാദൃച്ഛികമായിട്ടല്ല, മറിച്ച് കർത്താവിൻ്റെ പരിചരണത്തിൽ അവർ തങ്ങളുടെ കുട്ടിയെ ഏൽപ്പിക്കുകയായിരുന്നു. അവൻ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്നപ്പോഴും വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആ ആദ്യകാല സാക്ഷ്യം മോശയുടെ ഹൃദയത്തെ രൂപപ്പെടുത്തി. പ്രാർത്ഥന, സ്നേഹം, മാതൃക, ശരിയായതിനു വേണ്ടി നിലകൊള്ളുവാനുള്ള ധൈര്യം എന്നിവയിലൂടെ വിശുദ്ധി വീട്ടിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് ഇത് ഇന്നത്തെ മാതാപിതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. 3, രൂപീകരണം പവിത്രവും ലൗകികവുമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും തൻ്റെ ഉദ്ദേശത്തിനായുള്ള ഒരുക്കമായി ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയും. ഈജിപ്തിലെ മോശയുടെ രാജകീയ വിദ്യാഭ്യാസം അദ്ദേഹത്തിൻ്റെ അച്ചടക്കം, അറിവ്, നേതൃത്വ പാഠവും എന്നിവ നൽകി. മിദ്യാനിലെ ഒരു ഇടയൻ എന്ന നിലയിൽ അദ്ദേഹം ചെലവഴിച്ച വർഷങ്ങൾ അദ്ദേഹത്തെ ക്ഷമ, അനുകമ്പ, വിനയം എന്നിവ പഠിപ്പിച്ചു. ഈ 2 അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന് ആവശ്യമായിരുന്നു. അതുപോലെ നമ്മുടെ ഭൗതിക ആത്മീയ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മെ രൂപപ്പെടുത്തുന്നു. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജോലി സ്ഥലങ്ങൾ, കഷ്ടപ്പാടുകൾ എന്നിവയെല്ലാം അവൻ്റെ രൂപീകരണ പ്രക്രിയയുടെ ഭാഗമാകാം. കർത്താവ് തന്റെ ദാസന്മാരെ ആലയത്തിൽ മാത്രമല്ല പൊതുസ്ഥലത്തും മരുഭൂമിയിലും പരിശീലിപ്പിക്കുന്നു. 4, ദൈവത്തിൻ്റെ നാമം അവൻ്റെ സാമീപ്യമാണ്. ദൈവം മോശയ്ക്ക് തൻ്റെ നാമം വെളിപ്പെടുത്തിയത് ഞാൻ ആയിരിക്കുന്നവനാകുന്നു എന്നാണല്ലോ. പുറപ്പാട് 3:14. അവിടുന്ന് വാഗ്ദാനം ചെയ്തു, ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുള്ളവനാണ്. അത് ഒരു ദൈവ മനുഷ്യ ബന്ധമാണ്. ഈജിപ്തിലെ വിദൂര ദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്രായേലിൻ്റെ ദൈവം വ്യക്തിത്വമുള്ളവനും വിശ്വസ്തനും മാറ്റമില്ലാത്തവനുമാണ്. അവൻ്റെ അസ്തിത്വം തന്നെ സ്നേഹവും സാന്നിധ്യവുമാണ്. നമുക്ക് അയോഗ്യതയോ ഭയമോ തോന്നുമ്പോഴെല്ലാം അവൻ മോശയോട് ചെയ്തതുപോലെ ഉത്തരം നൽകുന്നു, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. യുഗാന്തം വരെ എന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ യേശു അതേ വാഗ്ദാനം നിറവേറ്റി. ദൈവം നമ്മെ എവിടെ അയച്ചാലും അവൻ നമ്മെ പിന്തുണയ്ക്കുന്നു. 5, വിനയം ദൗത്യം തുറക്കുന്നു. ദൈവം മോശയെ വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം അഭിമാനമല്ല, മറിച്ച് അയോഗ്യതയുടെ പ്രകടനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിമുഖത അവിശ്വാസത്തിൽ നിന്നല്ല, എളിമയിൽ നിന്നാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ തൻ്റെ പരിമിതികൾ അറിയാമായിരുന്നു. പക്ഷേ അവൻ്റെ ബലഹീനതയിൽ ദൈവം സാധ്യതകൾ കണ്ടു. മോശയുടെ അപര്യാപ്തത ദൈവിക ശക്തിക്കുള്ള വാതിലായി മാറി. ദൈവം അദ്ദേഹത്തിന് ഉറപ്പ് നൽകി, യഥാർത്ഥ വിളി ആരംഭിക്കുന്നത് നമ്മിലുള്ള ആത്മവിശ്വാസത്തിലല്ല, മറിച്ച് ദൈവത്തിലുള്ള ആശ്രയത്തിലാണ്. വിശുദ്ധ പൗലോസ് എഴുതിയതുപോലെ, നിനക്ക് എൻ്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. കൊറിന്ത്യർക്കുള്ള 2-ാം ലേഖനം 12:9 വാക്യം. എളിമയുടെ ഹൃദയം ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതിനുള്ള തിരഞ്ഞെടുത്ത ഉപകരണമായി മാറുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. മോശയെ വെള്ളത്തിൽ നിന്ന് വീണ്ടെടുത്ത് അഗ്നിയിൽ നിന്ന് വിളിച്ച കർത്താവായ ദൈവമേ, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ആകർഷിക്കുകയും നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ജ്വാല ഞങ്ങളിൽ ജ്വലിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ ധീരമായ ആശ്രയ സ്ഥലങ്ങളായും ഞങ്ങളുടെ ജോലിയെ ജ്ഞാനത്തിൻ്റെ പാഠശാലയായും ഞങ്ങളുടെ മരുഭൂമികളെ വിശുദ്ധ ഭൂമിയായും മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ നാമം ചൊല്ലിക്കൊണ്ട് താഴ്മയോടും ധൈര്യത്തോടും കൂടി നിൻ്റെ ജനത്തെ സേവിക്കുവാൻ ഞങ്ങളെ അയക്കണമേ. ആമേൻ.